ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ജലനയത്തിൻ്റെ ഭാഗമായി കിണറുകൾക്ക് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ലൈസൻസ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തുകയാണ്. ഭൂഗർഭജല ഉപയോഗത്തിന് പരിധി നിശ്ചയിക്കുകയോ ചെയ്യുന്നൊക്കെ സാഹചര്യം വന്നാൽ അത് പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ, ഗ്രാമീണ മേഖലകളിൽ നമ്മുടെ അടിസ്ഥാന വർഗങ്ങളുടെ കുടിവെള്ള അവകാശത്തെ ബാധിക്കുകയില്ല എന്ന് എങ്ങനെയാണ് സർക്കാർ ഉറപ്പുവരുത്തുന്നത്? കുടിവെള്ളത്തെ ഒരു സാമൂഹിക അവകാശമായി കണക്കാക്കി എല്ലാവർക്കും സുരക്ഷിത കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ജലനയത്തെക്കുറിച്ച് ഒരു കരട് ജലനയത്തം പുതുക്കി കൊണ്ടുവരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. 4 സോണുകളിലായിട്ടാണ്, 4 ബ്ലോക്കുകളിലായിട്ടാണ് കേരളത്തിൻ്റെ ഭൂജല ലഭ്യത നമ്മൾ കണക്കാക്കുന്നത്. ഒന്ന് സേഫ് സോണാണ്, ഒരു പ്രശ്നവും അവിടെ ഇല്ല. 2 സെമി ക്രിട്ടിക്കൽ സോണാണ്, അത് 27 എണ്ണമാണ്. ക്രിട്ടിക്കൽ സോൺ 3 എണ്ണമാണ്, കാസർഗോഡും ചിറ്റൂരും മലമ്പുഴയും. ഓവർ എക്സ്പ്ലോയിറ്റഡ് കേരളത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ഓപ്പൺ വെല്ലിന് ഒരു അപകടവും ഇല്ലാതെ സാധാരണ നിലയിൽ വ്യാവസായിക ആവശ്യത്തിന് മാത്രമേ ഭൂജല വകുപ്പിൻ്റെ NOCയുടെ ആവശ്യം മേടിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയാണ്. ആ വിധത്തിലൊരു പ്രയാസവും ഉണ്ടാകാതെ നോക്കാൻ സർക്കാർ ആവശ്യമായ നടപടികൾ അതത് സമയത്ത് സ്വീകരിച്ചു വരുന്നുണ്ട്.